നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലൂടെയും തൃശൂർ ജില്ലയിലെ ഒല്ലൂർ, ഗുരുവായൂർ എന്നീ നിയോജക മണ്ഡലങ്ങളിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യ യാത്ര എറണാകുളം ജില്ലയുടെ കിഴക്കൻ കവാടമായ ചരിത്രവും പാരമ്പര്യവും പേറുന്ന കാർഷിക വ്യാപാര രംഗങ്ങളിൽ തങ്ങളുടേതായ ഇടം നേടിയ ഒരു ജനതയുടെ സ്വന്തം നാടായ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലൂടെയാണ്. വളർച്ചയുടെ പുതിയ പടവുകൾ കയറാൻ വെമ്പുന്ന ഈ നാടിന് അതിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയേ തീരൂ. വികസനത്തിലേക്കുള്ള യാത്രയിൽ ഏതൊരു നാടിനും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നല്ല റോഡുകൾ, ശുദ്ധമായ കുടിവെള്ളം, മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ഊർജ്ജ സുരക്ഷ, യുവതലമുറയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന കായിക നൈപുണ്യ വികസന പദ്ധതികൾ എന്നിവയെല്ലാം. ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. മൂവാറ്റുപുഴയുടെ ഹൃദയഭാഗത്ത് പലപ്പോഴും അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക എന്നത് നാടിന്റെ ഏറെ കാലമായുള്ള ഒരു ആവശ്യമായിരുന്നു. ഈ രംഗത്ത് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി നിരവധി പ്രധാന റോഡ് പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഈ പദ്ധതികളെല്ലാം ചേർത്ത് നോക്കുമ്പോൾ റോഡ് വികസനത്തിന് മാത്രം ഏകദേശം 600 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി വഴി മൂവാറ്റുപുഴയിൽ ഭരണാനുമതി നൽകിയിട്ടുള്ളത്. മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട ഏകദേശം 2 കിലോമീറ്റർ താഴെയുള്ള ഒരു റോഡ് നഗരം 4 വരിയാക്കുന്ന പ്രക്രിയ നടന്നു വരുന്നുണ്ട്. ആ പണി പുരോഗമിക്കുന്നുണ്ട്. അതുകൂടാതെ മൂവാറ്റുപുഴ നഗരത്തിനാവശ്യമായ മുറിക്കൽ ബൈപ്പാസ് അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള പണികൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂവാറ്റുപുഴയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റേഡിയത്തിൻ്റെ നവീകരണം, ചന്ദ്രശേഖരൻ നായർ ഇൻഡോർ സ്റ്റേഡിയം, കഴിഞ്ഞ ടൈമിൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അനുവദിച്ച 5 കോടി ഉപയോഗിച്ച് പേഴക്കാപ്പള്ളി സ്കൂളിൻ്റെ ഒരു നവീകരിച്ച കെട്ടിടം കൂടി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ ചെയ്യാൻ കഴിഞ്ഞത്. ആരോഗ്യം, കുടിവെള്ളം, വിദ്യാഭ്യാസം, കായികം, ഊർജം എന്നീ മേഖലകളിലെല്ലാം കൂടി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെ മൂവാറ്റുപുഴയിലേക്ക് എത്തിയത്. കോടികളുടെ നിക്ഷേപം കേവലം കണക്കുകൾ മാത്രമല്ല, ഇത് മൂവാറ്റുപുഴയിലെ ഓരോ സാധാരണക്കാരന്റെയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഗതാഗതക്കുരുക്കില്ലാത്ത റോഡുകൾ, മികച്ച യാത്രാനുഭവവും എളുപ്പം ലഭ്യമാകുന്ന ആരോഗ്യ സേവനങ്ങളും, മുടങ്ങാത്ത ശുദ്ധജല വിതരണവും, ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂളുകളും, കായിക പരിശീലന വേദി, മികച്ച വേദി ഇവയെല്ലാം നാടിന്റെ പുരോഗതിയുടെയും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെയും സൂചകങ്ങളാണ്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയുടെ ഹൃദയഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന തനതായ രാഷ്ട്രീയ ചരിത്രവും വികസന സ്വപ്നങ്ങളും പേർന്ന ഒല്ലൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഒരു നാടിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമിടുന്നത് അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി കേരള സർക്കാരും കിഫ്ബിയും ചേർന്ന് മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. ഈ വികസനത്തിലൂടെ ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, കുടിവെള്ളം തുടങ്ങിയ സമസ്ത മേഖലകളിലും ഒല്ലൂരിന് ഒരു പുതിയ മുഖം, ഒരു വികസന മുഖം കൈവന്നിരിക്കുകയാണ്.
1999 ഔപചാരികമായി കിഫ്ബി രൂപീകരിക്കപ്പെടുന്നത്. പ്രവർത്തന പദങ്ങളിലൂടെ കടന്നു പോകുന്നതിന് ഇടയിൽ ഏതാണ്ട് 10 വർഷക്കാലത്തോളം നിശബ്ദമാവുകയും ചെയ്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കിഫ്ബി ഇന്ന് കാണും വിധം ഭൗതിക സാഹചര്യങ്ങളിൽ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും വിധം ശ്രദ്ധേയമായി മുന്നോട്ട് വന്നത് 2016 കൂടിയാണ്. പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും രംഗപ്രവേശം ചെയ്ത കിഫ്ബി ലോകത്ത് തന്നെ കാണാൻ കഴിയാത്ത വിധത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ കേരളത്തിന് സമ്മാനിക്കും വിധത്തിൽ വളർന്നു. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലമായി എൻ്റെ നിയോജക മണ്ഡലമായിട്ടുള്ള ഒല്ലൂരിലെ മാത്രമല്ല തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും ഒരു ചിന്തയായിരുന്ന സുവോളജിക്കൽ പാർക്ക് കിഫ്ബി എന്ന സംവിധാനം നിലവിൽ വന്നതുകൊണ്ട് മാത്രം ആരംഭിക്കാൻ കഴിയും വിധം വളർന്നിരിക്കുന്ന ഒരു സർവ്വദേശീയ അനുഭവമാണ്, ഒരു ഇൻ്റർനാഷണൽ കൺസെപ്റ്റ് സുവോളജിക്കൽ പാർക്ക്. മികച്ച വിദ്യാഭ്യാസം ഒരു നാടിന്റെ അടിത്തറയുമാണ്. ഒല്ലൂർ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കിഫ്ബിയിലൂടെ വലിയ പിന്തുണയാണ് നൽകുന്നത്. പലതരം ക്ലസ്റ്റർ പദ്ധതികളിലൂടെ ഒല്ലൂർ മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ലാബുകൾ, ടോയ്ലറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ലഭ്യമായി. ഇത് പഠന നിലവാരം ഉയർത്താനും സഹായിക്കുന്നുണ്ട്. കാർഷിക മേഖലയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് സർക്കാർ കൊണ്ടുവന്ന വാഴപ്പഴം, തേൻ എന്നിവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും വിപണനം ചെയ്യുവാനും ലക്ഷ്യമിടുന്ന ബനാന ആൻഡ് ഹണി പാർക്ക് ഒല്ലൂർ ഉൾപ്പെടുന്ന തൃശ്ശൂരിലെ കർഷകർക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ഒരുപക്ഷെ ഇന്ന് കാണും വിധം കേരളത്തിലെ റോഡുകൾ അതിഗംഭീരമായി ദീർഘമായൊരു കാലത്തെ അസറ്റായി മാറും വിധം തയ്യാറാക്കപ്പെട്ടത് നിരവധി റോഡുകൾ. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ളൊരു കാര്യം, ആധുനിക നവകേരളത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധന നിക്ഷേപം എന്ന് വിളിക്കാവുന്ന സ്കൂളുകളുടെ നിർമ്മാണത്തിലും ആശുപത്രികളുടെ രൂപീകരണത്തിലുമാണ്. ആശുപത്രികളുടെയും സ്കൂളുകളുടെയും നിർമ്മാണത്തിനു വേണ്ടി അനുവദിച്ച കോടിക്കണക്കിന് രൂപയിലൂടെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും സമാനതകളില്ലാത്ത വിധം കേരളത്തിന് മുന്നേറ്റം സാധ്യമാക്കാൻ കിഫ്ബിക്ക് സാധിച്ചു. കഴിഞ്ഞ 10 വർഷമായി ഒല്ലൂർ നിയോജക മണ്ഡലം ഒരു വലിയ വികസന മുന്നേറ്റത്തിന്റെ പാതയിലാണ്. റോഡുകൾ, പാലങ്ങൾ മുതൽ സ്കൂളുകളും ആശുപത്രികളും കുടിവെള്ള പദ്ധതികളും മൃഗശാലയും തൊഴിൽ നൈപുണ്യ കേന്ദ്രങ്ങളും വരെ നീളുന്ന ഈ പദ്ധതി ശൃംഖലകൾ ഒല്ലൂരിന്റെ ഭാവിയെ ശോഭനമാകുമെന്നതിൽ സംശയമൊന്നുമില്ല. ഓരോ പൗരന്റെയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്ന് നിസ്സംശയം തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ കേരളം നേടിയെടുത്ത ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ചയിൽ കിഫ്ബിക്കുള്ള പങ്ക് വളരെയേറെയാണ്. കേരളം കിഫ്ബിയിലൂടെ കൂടുതൽ കരുത്തോടെ വികസിത രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തും വിധം മുന്നോട്ട് പോകുമ്പോൾ അക്കാര്യത്തിൽ എല്ലാവിധത്തിലുള്ള പിന്തുണയും ഉണ്ടാകും എന്നറിയിക്കുന്നു.
വികസന തുടർച്ചയുടെ അടുത്ത യാത്ര ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഭക്തരുടെ ആശ്രയ കേന്ദ്രമായ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിന്റെ തീരത്ത് മത്സ്യബന്ധനവും ടൂറിസവും കൊണ്ട് ഉപജീവനം കണ്ടെത്തുന്ന ഒരു വലിയ തീരദേശ സമൂഹത്തിന്റെ നാടായ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. ദിനം പ്രതി ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ഗുരുവായൂർ ക്ഷേത്രവും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ചാവക്കാട് ബീച്ചും മത്സ്യബന്ധനത്തെ ആശ്രയിക്കുന്ന തീരദേശ ഗ്രാമങ്ങളും ചേരുമ്പോൾ ഈ നാടിന്റെ വികസന ആവശ്യങ്ങൾ ബഹുമുഖമാണ്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന സർക്കാർ ഗതാഗതം, തീരസംരക്ഷണം, ശുദ്ധജല ലഭ്യത, മികച്ച വിദ്യാഭ്യാസ ആരോഗ്യ സൗകര്യങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനം ഇവയെല്ലാം മുന്നിൽ കണ്ട് ഗുരുവായൂരിന്റെ മുന്നേറ്റത്തിന് അനിവാര്യമായ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിൽ വരുത്തിയത്. തീരദേശ മേഖലയുടെ സംരക്ഷണത്തിനും ഗതാഗതത്തിനും ഊന്നൽ നൽകുന്ന തീരദേശ ഹൈവേയും കടലെടുപ്പ് പ്രതിരോധ പദ്ധതികളും മുതൽ തീർത്ഥാടകർക്കും നാട്ടുകാർക്കും ആശ്വാസമാകുന്ന റെയിൽവേ മേൽപ്പാലങ്ങളും പുതിയ പാലങ്ങളും വരെ, മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ മുതൽ പുതുതലമുറയ്ക്ക് വെളിച്ചം പകരുന്ന സ്കൂളുകൾ, കുടിവെള്ള പദ്ധതികൾ വരെ വിവിധ മേഖലകളിൽ സർക്കാർ കിഫ്ബി വഴി നടത്തുന്നത് സമഗ്രമായ ഇടപെടലുകളാണ്. നേരത്തെ കിഫ്ബി രൂപീകൃതമായെങ്കിലും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും മികച്ച രീതിയിൽ കിഫ്ബി സചേതനമായത് എന്ന് പറയാൻ വേണ്ടി കഴിയും. ലക്ഷ്യമിട്ടതിനേക്കാൾ ഇരട്ടി തുകയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി സംസ്ഥാനത്താകെ നടത്തിയിട്ടുണ്ട്. ഗുരുവായൂർ നിയോജക മണ്ഡലം എടുത്താലും 100 കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ ഒന്ന് ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചതാണ്. ഏതാണ്ട് 90% പണി പൂർത്തീകരിച്ച ഗുരുവായൂരിലെ അതിഥി മന്ദിരം 31 കോടി രൂപയുടെ തുക പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ അതിഥി മന്ദിരം നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നത്. മണത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം കിഫ്ബി ഫണ്ടിൽ ആണ് പണി പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ പണി പൂർത്തീകരിച്ച കൊച്ചന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ കിഫ്ബി ഇപ്പോൾ ദേശീയപാത 66-നെയും അതുപോലെ തന്നെ ചാവക്കാടിൻ്റെ കിഴക്കൻ പ്രദേശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുന്ന ചിങ്ങനാത്ത് പാലം, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സർവേ നടപടികളെല്ലാം അന്തിമഘട്ടത്തിലാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനമായി അത് മാറാൻ വേണ്ടി പോവുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ എത്തിച്ചേരുന്ന ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും പ്രധാന വ്യാപാര കേന്ദ്രമായ ചാവക്കാട്ടും ഗതാഗതക്കുരുക്ക് ഒരു പ്രധാന പ്രശ്നമാണ്. അതോടൊപ്പം തീരദേശ മേഖലയിലൂടെയുള്ള യാത്ര സുഗമമാക്കുക, കനോലി കനാൽ പോലുള്ള ജലാശയങ്ങൾക്ക് കുറുകെ പാലങ്ങൾ നിർമ്മിച്ച് യാത്ര എളുപ്പമാക്കുക, റെയിൽവേ ക്രോസുകളിലെ കാത്തിരിപ്പ് ഒഴിവാക്കുക എന്നിവയും മണ്ഡലത്തിന്റെ പ്രധാന ആവശ്യങ്ങളായിരുന്നു. ഈ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ കിഫ്ബിയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന നാട്ടിക ഫിർക്കയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കേരള വാട്ടർ അതോറിറ്റി വഴി കിഫ്ബി നടപ്പാക്കുന്ന നാട്ടിക ഫിർക്കയിലെ സമഗ്ര കുടിവെള്ള വിതരണ പദ്ധതി കോടിക്കണക്കിന് രൂപയുടെ ബൃഹത് പദ്ധതിയാണ്. പുതുതലമുറയ്ക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലും കിഫ്ബി വഴി സർക്കാർ വലിയ പദ്ധതികളാണ് നടപ്പിൽ വരുത്തിയത്. ഗുരുവായൂർ മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്.
ചുരുക്കത്തിൽ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലും തന്ത്രപ്രധാനമായ തീരദേശ മേഖല എന്ന നിലയിലും ഗുരുവായൂർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിൽ 10 വർഷം കൊണ്ട് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഗതാഗതം, തീരസംരക്ഷണം, കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം, മത്സ്യബന്ധനം, നൈപുണ്യ വികസനം തുടങ്ങി വിവിധ മേഖലകളിലെ നിക്ഷേപം ഈ നാടിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഗുരുവായൂർ ആത്മീയ ചൈതന്യത്തിനൊപ്പം ആധുനിക സൗകര്യങ്ങളും ഒത്തുചേരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച മണ്ഡലങ്ങളിലൊന്നായി മാറുമെന്നതിൽ സംശയമില്ല. തീർച്ചയായും കേരളത്തിൻ്റെ വികസന രംഗത്ത് അടിസ്ഥാന വികസന മേഖലയിൽ, പാശ്ചാത്തല മേഖലയിലെല്ലാം റോഡായും വെള്ളമായും അതുപോലെ തന്നെ കെട്ടിടങ്ങളായും, അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി പണി പൂർത്തീകരിച്ച കെട്ടിടം, ഇതുപോലെയുള്ള ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ കിഫ്ബിയുടെ ഈ 25ാം വാർഷിക ആഘോഷത്തിൽ ഗുരുവായൂരിലെ വികസന സ്നേഹികളായ പ്രബുദ്ധരായ ജനങ്ങളുടെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.